ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എംഫോർട്ടിക്കിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ഒരു പ്ലാന്റ് വീഡിയോ അല്ല, നമ്മളിന്ന് കാലത്ത് തന്നെ ഒരു കരിമീൻ പൊള്ളിക്കാൻ വീഡിയോ എടുക്കണം വിചാരിച്ച് വന്നതാണ്. ഇന്നലെ കരിമീനൊക്കെ പിടിച്ച് വെച്ചായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്ന റോഡാണിത്. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, ബണ്ട് റോഡാണ്. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്നൊരു വഴിയാണ്. അപ്പോൾ ഇവിടെ വഴി ക്ലീൻ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മരങ്ങളൊക്കെ ആരൊക്കെയോ ചേർന്ന് വെട്ടിയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കത്തിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സൊക്കെ എന്തോ പോലെ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആണ് ഇതേ ഒരു കിളിക്കുഞ്ഞ് വഴി കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കിളിക്കൂട് കൂടി നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു കിളിക്കുഞ്ഞുണ്ട്. അപ്പോൾ നമ്മളത് തൊട്ടിട്ടില്ല. അപ്പോൾ ഈ കിളിക്കുഞ്ഞിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇതിൻ്റെ ഫുഡും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇതിനെങ്ങനെയാണ് കെയർ ചെയ്യുക എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഇതിൻ്റെ കൂട് കണ്ടിട്ട് മറ്റേ എന്ത് കിളിയാണ്? തൊപ്പിക്കിളി. അതായത് നമ്മുടെ ഈ രണ്ട് ഇരട്ട തലച്ചിന്നൊക്കെ പറയുന്ന കിളി ആവാനാണ് സാധ്യത. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫുഡിൻ്റെയും കാര്യങ്ങൾ ഫുഡൊക്കെ എങ്ങനെ കൊടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഗൂഗിൾ ചെയ്ത് നോക്കാം. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ഇനി വെച്ചിട്ട് പോയി ഇതിൻ്റെ തള്ളക്കിളി കണ്ടുപിടിക്കുക എന്നുള്ള കാര്യത്തിലും നമുക്ക് യാതൊരു ഉറപ്പില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ കെയർ ചെയ്യാം അല്ലേ. അപ്പോൾ എന്തായാലും ആ കൂടി എടുക്കാം. നമുക്ക് ഇവിടെ കൂടെടുത്തോടാം. അപ്പോൾ നല്ല വിശപ്പുണ്ടെന്ന് കൊണ്ടോ കാലത്ത് വെട്ടിട്ടൊക്കെ എന്താട്ടെന്ന് തോന്നുന്നു. ഇന്നലെ എപ്പോഴാണ് വെട്ടിയാന്നറിയോ അത്? ഇതേ കണ്ട വേറൊരു കിളിക്കുഞ്ഞൂടി ഉണ്ട് അതിൽ. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞിനെ കൂടി അതിലേക്ക് വെക്കാം. പിന്നെ നമ്മുടെ കിളിക്കുഞ്ഞിനെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു കിളിക്കുഞ്ഞ് പുറത്ത് വന്നുകൊണ്ടാണ് നമ്മൾ കണ്ടല്ലേ, ഇത് കാണുകയില്ലായിരുന്നു. അയ്യോ, മറ്റേ മുകളിൽ കയറിയിരിക്കുകയാണല്ലോ, അതിനെടുക്കും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും കിളിക്കുഞ്ഞിനെ നമ്മൾ കൂട്ടിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ നമ്മുടെ കരിമീൻ പൊള്ളിക്കൽ വീഡിയോ ഇനിയിപ്പോൾ നടക്കുമെന്ന് അറിയില്ല. ഈ അടുത്ത് തന്നെ ഇടണമെന്ന് വിചാരിച്ചാണ് കരിമീൻ പൊള്ളിക്കുന്ന വീഡിയോ. പിന്നത്തേക്ക് വെക്കാം അല്ലേ? പിന്നത്തേക്ക് വെക്കാം. അപ്പോൾ നമ്മളിന്ന് എന്തായാലും ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് സെറ്റാക്കാം. അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ വൈകിട്ട് കരിമീൻ പൊള്ളിക്കുന്ന വീഡിയോ എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ പകൽ പിടിച്ച് വെച്ചിരുന്ന ഫുഡൊക്കെ നമ്മുടെ കിളി ചപ്പാന്ന് പറഞ്ഞ് അടിച്ച് തീർത്തു. ഇനിയിപ്പോൾ അവർക്ക് നാളെ കാലത്തേക്ക് ഒന്ന് രാത്രിയൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തായാലും കുറച്ചുകൂടി ഫുഡ് ഒപ്പിക്കണം. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ അവിടത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ രാത്രി കിട്ടുമെന്ന്. അപ്പോൾ നമ്മളൊരു ചെപ്പൊക്കെ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ കിട്ടണമാരൊക്കെ പിടിച്ചിലിട്ടിട്ട് കൊണ്ടുപോകണം. ഭയങ്കര തീറ്റയാണെന്ന് നമ്മൾ വിചാരിക്കണമല്ലോ, ഭയങ്കര ഫുഡ് അടിയാ. നമുക്കൊരു ചാടനെ കിട്ടിയിരുന്നത് പുൽച്ചാടിയാണ്. നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു ഇതുപോലത്തെ പുൽച്ചാടീനെ. അപ്പോൾ കിട്ടണതിനൊക്കെ നമുക്ക് ഈ ചെപ്പിലിട്ട് അടച്ചു വയ്ക്കാം. ഒരു പാറ്റ പോലത്തെ ഒരു ജീവനെ കിട്ടിയിട്ടുണ്ട്. പാറ്റയാണെന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ രാത്രി അന്വേഷിച്ചെങ്കിൽ ഇങ്ങനെ കുറേ കിടക്കണ്ടാവും. കണ്ട, നമ്മളിപ്പോൾ പാറ്റേനെ പിടിച്ചോട്ടാൽ പാറ്റകൾ കുറേ ഉണ്ട് ഇവിടെ. നമ്മൾ പകലാണെങ്കിൽ ഒരുപാട് നേരം നോക്കിയിട്ടാണ് തീറ്റ കിട്ടിയത്. രാത്രി ഇപ്പോൾ കണ്ട പെട്ടെന്ന് കിട്ടണം. ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നമ്മുടെ ഒരു കിളി മാത്രമേ നമ്മൾ വിസിലടിച്ച് പഠിപ്പിച്ചാണ് അവർക്ക് ഫുഡ് കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ വിസിലടിക്കുമ്പോൾ ഒരു കിളി മാത്രമേ ഫുഡ് കഴിക്കണുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നണു മറ്റേ കിളി കുഞ്ഞിന് എന്തോ ഒരു വയ്യായിക വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ കൊടുത്ത ഫുഡിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വയ്യായിക വന്നതാവും.
അപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല, കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് അധികം അറിയില്ല. അപ്പോൾ ഒരു കിളി നല്ല ആക്റ്റീവാണ്, നമ്മൾ വിളിക്കുമ്പോഴൊക്കെ വിളി കേൾക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്. പക്ഷെ മറ്റേ കിളിക്കുഞ്ഞിനൊരു തളർച്ചയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് മൃഗാശുപത്രി വരെ പോയിട്ട് വരാം. എന്താ കാര്യം എന്നറിയില്ല, നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനും പ്രവീണും കൂടി ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ നമ്മുടെ കിളിക്ക് എന്താ പറ്റിയെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഒരു കിളി ആക്റ്റീവാണ്, മറ്റേ കിളിക്ക് ഒരു വയ്യായിക. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം, ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറോട് ചോദിച്ചു നോക്കാം എന്താ പ്രശ്നമെന്ന്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ച് നോക്കിയൊന്ന് കിളീനെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടാന്ന്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് മറ്റേ കിളീനെ അപേക്ഷിച്ച് ഇപ്പോൾ വയ്യാതിരിക്കുന്ന കിളിക്ക് ടെമ്പറേച്ചർ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ അതിന് സൊല്യൂഷനായിട്ട് പറഞ്ഞത് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഇത്തിരി കുളം പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ പൊടിയോ കലക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതാണ് നമുക്ക് സൊല്യൂഷനായിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മളത് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തു. ഈ വെള്ളത്തിൽ നമ്മൾ ഇത്തിരി കുളം പഞ്ചസാര ഇട്ടിട്ട്, അപ്പോൾ അതിനൊരു ഉഷാറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് തോന്നണു, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ അത് ഇളക്കി നല്ലോണം യോജിപ്പിച്ചു. ഇനിയിപ്പോൾ നമ്മളത് വയ്യാതിരിക്കുന്ന കിളിക്കുഞ്ഞിന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നാളെ തീരെ വയ്യാതെ കിടപ്പാണ്. ഇപ്പോൾ നേരത്തെ എത്തിയ നേരം എഴുന്നേറ്റൊക്കെ നിൽക്കണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ തീരെ കിടപ്പായി. അപ്പോൾ നമ്മൾ കിളിക്കുഞ്ഞിനൊരു പഞ്ഞി വെച്ചിട്ടാണ് വെള്ളം കൊടുക്കുന്നത്. നേരിട്ട് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ അത് അവരുടെ തെരപ്പിലൊക്കെ പോയി അങ്ങനെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരേ ഡ്രോപ്പായിട്ട് കൊടുക്കുകയാണ്. കിളിക്കുഞ്ഞ് വെള്ളമൊക്കെ ചെറുതായിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2 കിളിക്കുഞ്ഞന്മാർ ഉഷാറായിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ആക്റ്റീവായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ 2 വിളിയൊക്കെ ഉണ്ട്. ഇപ്പോൾ 2 വിളിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരാൾക്കുള്ള ഫുഡ് ഉണ്ട് ഇവിടെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കിളിക്കുഞ്ഞന്മാരൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് 2 പപ്പും തൂവലൊക്കെ വന്ന് അതിപ്പോൾ കാണാൻ നല്ല ഭംഗിയായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പഴയതുപോലെ 2 നല്ല ആക്റ്റീവാണ്. ഇപ്പോൾ കണ്ടോ, നമുക്ക് കാണാൻ പറ്റും ആ കുഞ്ഞിക്കിളി അതിൻ്റെ മേത്ത് തൂവല് മെനഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കിളിക്കുഞ്ഞിൽ ഒരു കുഞ്ഞ് കാലത്തെഴുന്നേറ്റപ്പോൾ ഇങ്ങനെ മരിച്ചിടക്കായിരുന്നു. അപ്പോൾ ഇന്നലെ വരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെന്നറിയില്ല, പെട്ടെന്നായിരുന്നു കാലത്ത് എഴുന്നേറ്റപ്പോൾ. ഇന്നലെ രാത്രി ഫുഡൊക്കെ കഴിച്ചാണ്, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് കാലത്ത് എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിടക്കായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത് ഈ ഒരു കിളിക്കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 1-2 ദിവസമായി നമ്മുടെ കിളിക്കുഞ്ഞ് ഇപ്പോൾ നല്ല ആക്റ്റീവാണ്, നല്ലോണം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. കണ്ടോ, പുള്ളിക്കാരത്തി ചെറുതായിട്ട് പറന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞു ചാട്ടമൊക്കെ എടുത്ത് വെച്ച് കുഞ്ഞു നടത്തമൊക്കെ വന്ന്, നടത്തില്ല, ജമ്പ് ചെയ്ത് പോവാണ്. നമ്മളെ വിളിച്ചാലൊക്കെ വരും, വിസിൽ വിളിച്ചിട്ട് കണ്ട നമ്മളെ വിളിക്കുന്നിടത്തേക്ക് ചാടി വരും. വേറെ ഒന്നിനല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നതാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് നല്ല ആക്റ്റീവായിട്ട് നമ്മുടെ കിളിക്കുഞ്ഞ് ഒരു ദിവസം മരിച്ചുപോയി. ഇപ്പോൾ നമ്മൾ വിചാരിച്ചില്ല മരിക്കുമെന്ന്. നമ്മൾ ഇതിനെ വളർത്തി പറത്തി വിടാന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷെ അത് മരിച്ചുപോയി. ആ കിളിക്കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നല്ല രീതിയിൽ അവരെ വളർത്തിയിട്ട് പറത്തി വിടണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാം നടക്കണമെന്നില്ലല്ലോ. ഇപ്പോൾ
അതിൻ്റെ അമ്മ കൊടുക്കണ കെയറും കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലായാലും അവർക്ക് കിട്ടേണ്ട ചൂടിൻ്റെ കാര്യത്തിലായാലും അതൊക്കെ അതിൻ്റെ അമ്മ കൊടുക്കണ ഒരു ഫീല് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനെ വളർത്തി ഒന്ന് പറന്നു പോകുന്ന കാണാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഒരുവിധം പറന്നു വന്നതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ കുഞ്ഞു. പക്ഷെ അതിൻ്റെ ടൈമായപ്പോൾ അത് പോയി. അല്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്നില്ല.